ഡോക്ടർമാരെ കാണിച്ചു ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എത്ര പ്രാവശ്യം തങ്ങൾക്ക് വന്നിരുന്നോ? എത്ര പ്രാവശ്യം വന്നോ? എല്ലാം തങ്ങൾ പാപ്പ എന്താ പറഞ്ഞത്? മാറിക്കോളുമെന്ന് തങ്ങൾ പാപ്പ പറഞ്ഞു. ആ രോഗം മാറി. ഇപ്പൊ പണിക്ക് പോകുന്നുണ്ടോ? പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ചെലവിന് ചെലവിനും കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗം ഒരാൾക്കും അല്ലാഹു തആല കൊടുക്കാതിരിക്കുമാറാകട്ടെ. സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർക്കും അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതാണ് തങ്ങൾ പാപ്പാന്റെ നാവിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കേട്ടോ. ഇപ്പൊ തക്ബീർ ചൊല്ലിക്കാണി. മനോഹരമായ അരപ്പവൻ തൂക്കമുള്ള കമ്മലാണ്. എന്തിനാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ആൾക്കാർ വെറുതെ വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കൂലല്ലോ അല്ലേ? സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? 60,000 ഇപ്പൊ സ്വർണ്ണത്തിന് വില അത്രയല്ലേ? 60 53,000 രൂപ ഒരു പവൻ സ്വർണം. ഇത് അരപ്പവനുണ്ട്. അള്ളാഹു തന്ന ഉമ്മക്ക് എല്ലാവിധ ബറക്കത്ത് ഖൈറ് നൽകുമാറാകട്ടെ. ആരാണോ അണിയുന്നത് അവര് അള്ളാഹുവിനോട് ദുആ ചെയ്യും. എത്തിമക്കള് ഓരോ വീടിന്റെ ഉമ്മറപ്പടിയിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ, എനിക്ക് ഈ ജീവിതം നിന്ന് ആരാണെങ്കിലും അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ എന്ന്. അതുകൊണ്ടാണ് യത്തീമിനൊക്കെ നമ്മൾ സംരക്ഷിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് യത്തീമക്കളെ കാണുമ്പോൾ അവരെ തലയില് കൈ വയ്ക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ വിൽക്കാൻ ഒരുപാട് നാളായി സ്ഥലം വിൽക്കാൻ വെച്ചത്. ഒരുപാട് നാളായി സ്ഥലം വിൽക്കാൻ വെച്ചത്. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നു സ്ഥലം വിൽക്കുമെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് അത് വിറ്റു. അതിന്റെ ഒരു സന്തോഷത്തില് ആ യത്തീം മക്കൾക്ക് ഒരു അരപ്പവൻ തൂക്കമുള്ള അതിമനോഹരമായ കമ്മൽ സമ്മാനം നൽകിയതാണ്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ ഉമ്മയുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ. നമ്മുടെ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരട്ടെ. മലപ്പുറം മുഖത്ത് അസറായിൽ റോഹിനെ പിടിക്കാൻ വരുമ്പോൾ 1 രൂപ കടക്കാരനാക്കി അള്ളാഹു മനുഷ്യൻ എല്ലാ കടങ്ങളും വീട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സലാത്തുൽ ഫാത്തിഹ ചൊല്ലി മരിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കുമാറാകട്ടെ. നിങ്ങൾ സംസാരിക്കാതിരിക്കണം. ഞാൻ അവിടെ യാസീൻ ഒരു നല്ല സംസാരമായിരുന്നു. അതുകൊണ്ട് 10 വട്ടുണ്ട്. ഒന്നാമത് കറണ്ടില്ല. ഒരു യാസീൻ ഓതാന്ന് നമ്മൾ സൗണ്ട് പയ്യ ഓതിയിട്ട് കാര്യമില്ല, ഒച്ചയിൽ ഓതാം. അപ്പൊ നിങ്ങൾ സംസാരം വളരെ കുറച്ച്. ഞാൻ എപ്പോഴും പറയുന്നത് മാറി നിങ്ങൾക്ക് നാളെ ഫദ്ല് പറയണതാവും. തൗഫീക്ക് നൽകട്ടെ. ഫദ്ല് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തക്ബീർ ഉമ്മാക്ക് വേണ്ടി ചെല്ലണം. അള്ളാഹു ആ തക്ബീറിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ ഫദ്ല് പറയാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 2 സ്വർണ്ണാണ്, ഒന്ന് എനിക്കുള്ളതാണ്. ഞാൻ കുറെ പറിച്ച് വേണ്ടാണ്. അപ്പൊ ഒരു മോള് കൊടുത്തയച്ചതാണ്. ഇത് എത്തിമക്കുള്ളതാണ്. ഒന്ന് മോളെ വയറ്റിൽ മുഴ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു ശിഫായി കൊടുത്തു. ഇവിടെ വന്നിരുന്നോ? ഇത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിന്നെ മുഴ ഉണ്ടായില്ല. 2 വട്ടം മോളെ കെട്ടിച്ചു, 2 ഒഴിവാക്കി. 3ാമത് ഇവിടെ വന്നു. ഇപ്പൊ കല്യാണം ശരിയായി. പിന്നെ മകന് ഗൾഫിൽ പോയ ആഗ്രഹം, അത് റെഡിയായി. പതിലാണ്, ഒക്കെ പതിലാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തന്നവർക്ക് അള്ളാഹു സന്തോഷം അള്ളാഹു നൽകട്ടെ. നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചിരുന്ന ഇപ്പൊ നാളെ പതില് പറയാൻ പറ്റും. മനസ്സിലായോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കേ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നാണ്. അതായത് ആ പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ 18 വയസ്സ് 20 വയസ്സായി കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കൾക്ക് ഒരു ബേജാറാ. സുരക്ഷിതമായ കൈകളിൽ എത്തിക്കണം. അള്ളാഹു വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അള്ളാഹു ഹൈറായ വരം അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പിന്നെ അങ്ങനെ ആണുങ്ങളായി കഴിഞ്ഞാൽ 20-21 വയസ്സ് കഴിഞ്ഞ പ്രവാസ ലോകത്തേക്ക് വിടും. പിന്നെ ഒരു പെണ്ണന്വേഷിക്കും. ഒരു മരുമോളൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടാവും. അൽഹംദുലില്ലാഹ് ഉമ്മായി ഇവിടെ വന്ന് തങ്ങള് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ആ